വചനം നിലനിൽക്കാതിരിക്കാനുള്ള 3 ഘടകങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണത്? ഒന്നെന്താണ്? ലൗകിക വ്യഗ്രത, ലൗകിക കാര്യങ്ങൾക്കുള്ള വ്യഗ്രത. അപ്പോൾ ഈ വ്യഗ്രത എന്ന് പറയുമ്പോൾ വ്യഗ്രതയ്ക്കുള്ള പ്രശ്നം എന്താ അറിയാമോ? ഇതിങ്ങനെ അടിച്ച് തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സാധനം ഇറങ്ങത്തില്ല. ഇപ്പം നിങ്ങൾ ഇംഗ്ലണ്ട് UK പോകണം, അവിടെ തന്നെ ജോലിയുള്ള ആളെ കല്യാണം കഴിക്കണം, അവിടെ തന്നെ പ്രസവിച്ചൊരു കുഞ്ഞിനെ അവിടെ തന്നെ പൗരത്വം മേടിക്കണം. ആ വ്യഗ്രത തലയിൽ കയറിയാൽ ഈ സാധനം ഇറങ്ങത്തില്ല. പിന്നെ എത്ര നല്ല PSC ഉദ്യോഗം പിടിച്ച കേരളത്തിലുള്ള ആളെ കിട്ടിയാലും നിങ്ങൾ കെട്ടത്തില്ല. കാര്യം നിങ്ങളുടെ തലയിൽ ഈ സാധനം അടിച്ച് കയറിപ്പോയി. ഇതാണ് ലൗകിക വ്യഗ്രത എന്ന് പറയണത്. ഇപ്പം നിങ്ങളെന്താ വിചാരിക്കണം? UK പോകണം, അന്നേരം അവിടെ നിന്ന് തന്നെ 2 കൊല്ലം കഴിയുമ്പോൾ അവിടെ നിന്ന് തന്നെ കല്യാണം കഴിക്കണം, അവിടെ തന്നെ ജോലിയുള്ള കല്യാണം കഴിക്കണം, അവിടെ തന്നെ പ്രസവിക്കണം, കുഞ്ഞിന് അവിടെ തന്നെ പൗരത്വം മേടിക്കണം. അപ്പോൾ ഇത്രയും നിങ്ങൾ ചിന്തിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ദൈവഹിതത്തിന് യാതൊരുവിധ